Praise the Lord and good evening. Welcome to session number 16 of our Bible study, The Role of Holy Spirit in Christian Life. We have been studying about the person of the Holy Spirit for the last 15 days. And tonight, I don't want to say everything that we have been learning so far, but what I want to share is some key words that I picked from the different subjects that we learned. Words like attributes, the presence, the promises, the prophecies, symbols, the working, the dwelling, us resisting, speaking in tongues, practical applications, qualities when we are filled with the Holy Spirit. So much we have learned. Very difficult to list them all. But if you would like to go back, there are recordings available that you can go back. Tonight, we are going to continue from where we stopped during the last lesson. We were doing the lessons on the baptism of the Holy Spirit, and tonight, Pastor Xavier James is going to continue with the next lessons that he has been teaching us. So I want to invite Pastor Xavier James to the platform. Pastor, please come on in and take the platform. Thank you. Thank you, Pastor. ഈ പ്ലാറ്റ്ഫോമിലുള്ള പാസ്റ്റർ ഷിബു ചെറിയാൻ, പാസ്റ്റർ TV സക്കറിയ, PC വർഗീസ് സാർ, മറ്റ് മാന്യ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അന്യഭാഷാ ഭാഷണം, സ്പീക്കിംഗ് ഇൻ ടങ്സ്, അതിൻ്റെ ഡീപ്പർ ഇൻസൈറ്റിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കും. I coined the title of this lesson as Inevitability of Speaking in Tongues. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെ അനിവാര്യത. It is inevitable for us. അതിൽ നാം 16 പാഠങ്ങളാണ് ഇന്നലെ വരെ പഠിച്ചത്. We learned 16 lessons. And the 16th one was, Holy Spirit is given to those who obey God. We entered there. 17ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യത്തിന് വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കും. ദൈവശക്തിയുടെ പ്രായോഗിക തലങ്ങൾ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോഡ്സ് പവർ ഓർ ഹോളി സ്പിരിറ്റ് പവർ, നാം 8 കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം ദൈവശക്തിയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഉയർപ്പിൻ ശക്തിയാണ് എന്ന് വിശദീകരിച്ചു. അവിടെ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയല്ല ചെയ്തത്, ഹി വാസ് റിസറക്റ്റഡ്. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. എപ്പിസ്കോപ്പൽ ചർച്ചസ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അതിനാധാരമായി ഒരു വാക്യമല്ല, നിരവധി വാക്യങ്ങൾ. എഫേഷ്യൻസ് 1:20 ആണ് നമ്മൾ അതിനാധാരമായി പറഞ്ഞ ഏകവാക്യം. ആക്ട്സ് 2:32, ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. വളരെ ലളിതമായിട്ട് എഴുതി, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. റോമൻസ് 6:4, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റു. അത് മലയാള ഭാഷാന്തരം ഉയർത്തെഴുന്നേറ്റു എന്നാണെങ്കിലും ശരിയായിട്ട് എഴുതേണ്ടത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്നാണ്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയാം. Christ was resurrected from the dead by the glory of the Father.
Christ was raised up from the dead by the glory of the Father. Romans 8:11. നിങ്ങൾ ഓർക്കുന്നു, റോമാലേഖനം 8-ാം അധ്യായമാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു മനുഷ്യ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ ക്രിയകളെ കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു ചാഡ്വിക്കിന്റെ പ്രസ്താവന. The charter of a believer's inheritance in the spirit. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, യോഹന്നാൻ 2:19 ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് യേശു കർത്താവ് പറഞ്ഞു. അഥവാ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. വളരെ മനോഹരമായ ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു വാക്യം മാത്രം എടുത്ത് വിശകലനം ചെയ്യരുത്. ത്രിയേക ദൈവത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിലെ പങ്കാളിത്തമാണ് യേശു കർത്താവ് ഈ യോഹന്നാൻ 2:19 പറയുന്നു. The involvement of the Trinitarian God. ആക്സിൽ ദൈവം എന്ന് പറഞ്ഞു, റോമൻ 6 പിതാവെന്ന് പറഞ്ഞു, റോമൻ 8 ആത്മാവെന്ന് പറഞ്ഞു. അപ്പം പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും യോഹന്നാൻ 2:19 നിന്ന് പുത്രനായ യേശു ക്രിസ്തുവും ഉയർത്തെഴുന്നേൽപ്പിൽ ഇൻവോൾവ് ആണ് എന്ന് നമ്മെ വ്യക്തമാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ത്രിത്വത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ തരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ ഇത്. എങ്കിലും മനസ്സിലാക്കുക, വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തു, he became a human 100%. ഒരിക്കലും അത് മറക്കരുത്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രധാന പാഠമാണ്. He was God, he came down as a human being. പിന്നെ എങ്ങനെയാണ് പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിൽ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി മരിച്ചു എങ്കിലും തനിക്ക് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. He was not born out of flesh. Neither he did not sin. അവൻ ജഡത്തിൽ അവതരിച്ചു, പക്ഷെ ജഡത്താലല്ല യേശു ക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മജനനം, അതും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറ്റൊരു അടിത്തറയാണ്. മനുഷ്യനാലല്ല, പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു ഉൽപാദിതമായി. തൻ്റെ ജീവിതകാലത്ത് താൻ പാപം ചെയ്തിട്ടില്ല, പരിശുദ്ധനായി ജീവിച്ചു. I want to tell you, there is none like him in the whole history of mankind. Look at Jesus. ഒരിക്കൽ ഞാനും എൻ്റെ മകനും കൂടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞൊരു വാചകം, ചാച്ച, യേശു ക്രിസ്തുവിനെ കൂടുതൽ നോക്കും തോറും we realize how pure he was. അവനിത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു. കർത്താവിന് ചുറ്റും ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു. പക്ഷെ ഒരു സ്ത്രീ പോലും പറഞ്ഞിട്ടില്ല, ഈ മനുഷ്യൻ എന്നെ മോശമായി നോക്കി, ഈ മനുഷ്യൻ എന്നെ മോശമായി സ്പർശിച്ചു.
ഒരു പ്രായമുള്ളവരും പറഞ്ഞിട്ടില്ല യേശു അവരെ ബഹുമാനിച്ചില്ല. ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല യേശു അവരെ അവഗണിച്ചു. He was perfect human being, but he was not human by nature in sin. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൽ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ പങ്കാളിത്തവും ഉണ്ട്. അത് അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പൊ ഒരു വേദഭാഗം ധ്യാനിക്കുമ്പോൾ മറ്റു വേദഭാഗങ്ങളുമായിട്ടത് കണക്ട് ചെയ്ത് വേണം നാം നമ്മുടെ ആശയങ്ങൾ രൂപപ്പെടുത്താൻ. പഠനം ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ആശയങ്ങൾ സ്ഥാപിക്കാനായി ദൈവവചനം ഉപയോഗിക്കരുത്. പാസ്റ്റർ ആമുഖമായി പറഞ്ഞതുപോലെ, ലെറ്റ് ലോർഡ് ഓപ്പൺ മൈ ഐസ് ടു നോ ഫോർ വാട്ട് ഇറ്റ് ഈസ് റിട്ടൺ. ഒരു മുൻവിധികളുമില്ലാതെ, ഒരു പ്രജുഡിസും ഇല്ലാതെ, ഓപ്പൺ മൈൻഡോടെ വേണം നാം ദൈവവചനത്തെ സമീപിക്കാൻ. നാം 17ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കും. 17th lesson. ഇംഗ്ലീഷിൽ എഴുതുന്നവർ ധാരാളം ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ. Praying in tongues enables me to live in the spirit. ഇതൊക്കെ വളരെ കാതലായ പാഠങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ലെസൺസ്. ആത്മാവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കുന്നു അന്യഭാഷാ ഭാഷണം. അഥവാ എൻ്റെ ആത്മീയ മനുഷ്യൻ, ഒന്നുകൂടെ ക്ലിയറായിട്ട്, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു. ദിസ് ഈസ് ദ 17th lesson. നിങ്ങൾ ആരെങ്കിലും എഴുതി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നാലെ ചോദിച്ചാൽ പറഞ്ഞു. Somebody was asking whether it is 16 or 17. It is 17th lesson. ശരീരത്തിന് ഭക്ഷണം വേണം. ശരീരത്തിന് ഭക്ഷണമില്ല വന്നാൽ ശരീരം അജീർണമായി. അതുപോലെ എൻ്റെ ആത്മാവിന് ഭക്ഷണം. ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം. ഇപ്പൊ സജീവമായ ഒരാത്മാവിനു മാത്രമേ ദൈവവചനമാകുന്ന ഭക്ഷണം ഉൾക്കൊള്ളാൻ കഴിയും. ദൈവവചനമാകുന്ന ഭക്ഷണത്തിന്റെ പോഷകാഹാരത്വം, the nutrients in the word of God can be assimilated by my inner man only if the inner man is alive. You understand the gravity? അല്ലെങ്കിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതിനപ്പുറത്തേക്ക് ഒരു വളർച്ച ഉണ്ടാകത്തില്ല. കിൻഡർ ഗാർഡൻ സെർമൺസിൽ നമ്മൾ സന്തുഷ്ടരാകും. But you should grow in the Lord. You should grow in the word. Next one. അതിന് ആധാരം റെഫറൻസ് 1 Corinthians 14:4. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പിന്നാലെ ഇതിൻ്റെ മറ്റ് പല അർത്ഥങ്ങളും വേണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തും. It edifies me. I speak in tongues not to edify you. I speak in tongues not to edify the congregation. I speak in tongues for my personal edification. ഇതൊരു വളരെ സീരിയസ് ആയ പാഠം. നിങ്ങൾ അന്യഭാഷ പറയുന്നത് ഹോളിലിരിക്കുന്നവരെയൊക്കെ അന്യഭാഷ പറയാൻ പ്രൊമോട്ട് ചെയ്യാനല്ല. നിങ്ങൾ അന്യഭാഷ പറയുന്നത് നിങ്ങളുടെ ചുറ്റിനും ഇരിക്കുന്നവരെ ചലിപ്പിക്കാനല്ല. You speak in tongues for
your personal edification. I trust you understand. 18ാമത്തെ പാഠം. It enables me to dwell in the spirit level. നേരത്തെ പറഞ്ഞു സ്പിരിറ്റ് അലൈവ് ആകാൻ. Enables us to live in the spirit. അടുത്ത ലെസൺ, it enables me to dwell in the spirit level. Now, there are times when you worship with very few people. നമ്മൾ 3-4 പേര് മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു വലിയ ആൾക്കൂട്ടം നമ്മോട് ചുറ്റുമിരുന്ന് ആരാധിക്കുന്നത് പോലെ. എനിക്ക് നിരവധി തവണ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. As if a crowd is worshiping. കണ്ണു പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്, ഇതിന് മാത്രം ആളുണ്ടോ ഇവിടെയെന്ന്. അപ്പൊ ഞാൻ ഒരിക്കൽ അത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ധ്യാനിച്ചപ്പോഴാണ്, when you speak in tongues, the Holy Spirit lifts you to a higher realm. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നതിന്റെ ഒരല്പം അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനകത്തൊരു വലിയ പാഠം, the more you speak in tongues, the more time you spend in speaking in tongues, your spiritual realm goes up. ആത്മീയ അനുഭവത്തിന്റെ ഉന്നതമായ ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തും. This cannot be explained. This has to be experienced. That's the right word. This cannot be explained. It has to be experienced. അനുഭവിക്കേണ്ടതാണ്. അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വളരെ സ്തുതിക്കുന്നു. ഈ സ്പിരിറ്റ് ലെവൽ, dwelling in the spirit level എന്നത് ഏതു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം? 1 Corinthians 14:14. അന്യഭാഷാ ഭാഷണത്തെ കുറിച്ചുള്ള ഏറ്റവും സീരിയസ് ആയ വാക്യങ്ങളിൽ ഒന്നാണ് ഈ വാക്യം. വായിക്കാമോ ആരെങ്കിലും ഒരാൾ? ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് അല്ല. ഫുൾ സ്റ്റോപ്പ് ആണോ? അല്ല. ഒരു സെമി കോളൻ. ഒരു സെമി കോളൻ ഇട്ടിട്ട് അടുത്തത് പറയുകയാണ്, എന്റെ ബുദ്ധിയോ അഫലം ആയിരിക്കുന്നു. എന്റെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്നത് മറ്റൊരു പാഠത്തിൽ ഞാൻ വിവരിക്കാം. ശ്രദ്ധിക്കുക, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദേഹി മണ്ഡലത്തിലല്ല പ്രാർത്ഥന എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യത്തെ ഏതോ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മനുഷ്യന്റെ 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹി മണ്ഡലത്തിലാണ് നാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഒക്കെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ ദേഹി മണ്ഡലത്തിൽ നിന്ന് മുകളിലേക്ക് കയറി ആത്മാവ് പ്രാർത്ഥിക്കും. സമാഗമന കൂടാരം എടുത്താൽ മഹാപുരോഹിതൻ കയറി ചെല്ലുന്ന അതിവിശുദ്ധ സ്ഥലം, ആ തേർഡ് ഫേസ്, അതാണ് ആത്മാവിന്റെ സാന്നിധ്യമായി പുതിയ നിയമവുമായി കമ്പയർ ചെയ്യും. You are going into a deeper intimacy with God. Underline that statement. When you speak in tongues, when you pray in tongues, your spirit is praying. That means you are going into a deeper, higher intimacy with God. Hallelujah.
19ാമത്തെ പാഠം. The spirit language is the greatest gift of the Holy Spirit. Which it is to be given to an individual believer. അഥവാ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, tongues is not a corporate experience. Tongues is an individual experience. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ ആക്സ് 2:4 ആ യൂസേജ്? അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. അവരിൽ ഓരോരുത്തരുടെ മേൽ. For Christian, God is not a corporate experience. God is a personal experience. ശ്രദ്ധിക്കൂ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പാഠം പറയാം. Jesus was given to the world by God for their emancipation. മനുഷ്യകുലത്തിന് പിതാവായ ദൈവം യേശുവിനെ നൽകി. എഴുതാൻ എളുപ്പം എഴുതാനാണെങ്കിൽ God or arrow Jesus Christ whole world, another arrow. ഞാൻ അങ്ങനെയാണ് എഴുതി പോവുക, പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത ലൈനിൽ God gave Holy Jesus to the world. അടുത്ത ലൈനിൽ Jesus gave Holy Spirit to the church. Jesus arrow, Holy Spirit arrow, church. അടുത്ത ആരോ Holy Spirit to believer, tongues. പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും അന്യഭാഷ നൽകി. This is an excellent understanding. Father God gave Jesus to the world. Jesus gave Holy Spirit to the church. Holy Spirit gave to individual believer the gift of tongues. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കണം, God has given a national language to the church to speak to him. ദൈവത്തോട് സംസാരിക്കാൻ ദൈവം സഭയ്ക്ക് നൽകിയ ഭാഷയാണ് അന്യഭാഷ. ദൈവത്തോട് സംസാരിക്കാൻ മാത്രം. എന്തൊരു ഭാഗ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കൂ. വാക്യം നിങ്ങൾക്കറിയാം, 1 Corinthians 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. It's a language given by Holy Spirit solely for the purpose of speaking to God, spending time with God. Hallelujah. ദൈവത്തിന് മഹത്വം. What a privilege. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. What a great privilege. ദൈവം എനിക്കൊരു ഭാഷ സ്പെഷ്യലായിട്ട് തന്നെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ സന്തോഷം വരുന്നുണ്ടോ? God gave a new language to me so that I can talk to him which no one else will understand. That is the most important point of this language. 1 Corinthians 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല,
ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ഉം. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഉണ്ടോ? ആരും തിരിച്ചറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളൊക്കെ വരും. ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് പിന്നാലെ ലളിതമായി പഠിക്കാം. ഇത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ആർക്കും. കാരണം ഇത് ആർക്കും മനസ്സിലാകത്തില്ല. ആർക്കും ഇത് തിരിച്ചറിയാൻ പറ്റില്ല. ഇവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് പെട്ടെന്ന് പറയാം. അന്യഭാഷ ഭാഷണവും, സ്പീക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് ടങ്സ് ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ. The purpose is different. I'll show you from the scripture. Assemblies of God, അവരുടെ വെബ്സൈറ്റിൽ അത് മനോഹരമായിട്ട് എഴുതിയിട്ടു. The purpose is different, although it appears to be the same. You got it? ഭാഷ ഒരാൾ പറയുന്നു, വേറൊരാൾ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായി. I am speaking in tongues for my personal edification. But gifts of the Holy Spirit are for the edification of the church. I will explain later. നോക്കൂ, എത്രാമത്തെ പറഞ്ഞത്? 19, 20, right? 20th. Our spirit language enables us to have a spirit-to-spirit communication with God. എൻ്റെ ആത്മാവിൻ്റെ ഭാഷ, ശ്രദ്ധിച്ചിരിക്കൂ, എൻ്റെ ആത്മാവ് അഥവാ മനുഷ്യാത്മാവിന് ദൈവമാകുന്ന ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാനലാണ്. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കണം, ഇന്നും ഭൂരിപക്ഷം വിശ്വാസികളുടെയും വിചാരം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ രൂപമുള്ള ഒരാൾ, നീണ്ട താടിയൊക്കെ വളർത്തി ഇങ്ങനൊരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനൊരു ധാരണയുണ്ടെങ്കിൽ എടുത്തു മാറ്റണം. God is spirit. ദൈവം ആത്മാവാകുന്നു. യേശു കർത്താവ്, എനിക്ക് അത്ഭുതമാണ് യോഹന്നാൻ 4-ാം അധ്യായം. ജീസസ് വാസ് റിവീലിംഗ് ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് ഓഫ് ഗോഡ് to a lowly natured, low living woman. ശമരിയക്കാരത്തിയോടാണ് യേശു കർത്താവ് ഈ മഹാരഹസ്യം വെളിപ്പെടുത്തിയത്. ആരെയും നാം വിധി എഴുതി തള്ളരുത്. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ആരിലാണ് ഉള്ളതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. ഇപ്പൊ പാപത്താൽ മരിച്ച എൻ്റെ ആത്മാവിന് വീണ്ടും ജനനത്താൽ ജീവൻ വന്നതോടെ ഈ ആത്മാവ് ദൈവമാകുന്ന ആത്മാവിനോട് സംസാരിക്കാൻ a very specific channel is made by God. Can you imagine that? ജീവനുള്ള മനുഷ്യാത്മാവിന് ദൈവാത്മാവിനോട് സംസാരിക്കാൻ നൽകപ്പെട്ട ഭാഷയാണ് അന്യഭാഷ. I tell you, the more I realize
the gravity and importance of tongues, I feel sad for people who do not speak in tongues or who do not have a desire for tongues. ദൈവത്തോട് സംസാരിക്കാൻ ദൈവം കുഞ്ഞെ നിനക്കൊരു പ്രത്യേക ഭാഷ തന്നേക്കുവാണെന്ന്. ജസ്റ്റ് ഇമാജിൻ how much God loves you, how much Lord is concerned about you. ദൈവത്തിന് മഹത്വം. 21-ാമത്തെ പാഠം. The spirit language is the most powerful power producer. അന്യഭാഷ ഊർജത്തിന്റെ സ്രോതസ്സാണ്, ശക്തിയുടെ സ്രോതസ്സാണ്. നിങ്ങളിൽ അന്യഭാഷ പറയുന്നവർ എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സുമടുത്ത് ഹൃദയം തകർന്ന് മനോവേദനയിൽ ആയിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങളിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാതെ കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അന്യഭാഷയിലുള്ള ദൈവവുമായുള്ള നമ്മുടെ സംസാരം കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണം മാറി നാം ശക്തരായി തീരാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ക്ഷീണം മാറ്റുന്ന മരുന്നാണ് അന്യഭാഷ. നിന്റെ ക്ഷീണം മാറ്റുന്ന മരുന്നാണ് അന്യഭാഷ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശ്രദ്ധിക്കൂ, ക്ഷീണിച്ച് മനസ്സുമടുത്ത് നാളെയെ കുറിച്ച് നിർണയമില്ലാതിരുന്ന ശിഷ്യന്മാർ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്ന വാക്കിനെ വിശ്വസിച്ച് കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ റോമൻ ഭരണകൂടത്തെയോ യഹൂദ മതമേധാവിത്വത്തെയോ ഭയപ്പെടാതെ എഴുന്നേറ്റ് നിന്ന് പത്രോസിനെ പ്രസംഗിക്കാൻ ശക്തീകരിച്ചത് ഈ അന്യഭാഷാ ഭാഷണമാണ് എന്നത് നാം ഒരിക്കലും മറക്കരുത്. ഒരിക്കലും മറക്കരുത്. It is a source. It is the source of power. It empowers. അറിയാതെ പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടമായി. ക്ഷീണത്തിന്റെ മരുന്നാണ് അന്യഭാഷ. ക്ഷീണത്തിന്റെ മരുന്നാണ്. ഗിലെയാദിലെ നല്ല വൈദ്യൻ നൽകുന്ന നല്ല മരുന്ന്. എത്ര എത്ര നന്ദി പറയണം, എത്ര നന്ദി പറയണം, എത്ര നന്ദി പറയണം, എത്ര നന്ദി പറയണം കർത്താവിനോട്. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങളെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ധ്യാനിച്ചേ. He gave me a language to speak to him alone, which no one can understand. അതിന്റെ സീരിയസ്നെസ് മനസ്സിലായോ? There are a lot of things in our life, struggles in our life, which we can't share with anyone. There are many areas hidden in our mind, which we even don't know. അതാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണം. ദൈവത്തോട് ഇതെല്ലാം പറയാൻ എൻ്റെ ചുറ്റിലും ഇരിക്കുന്നവർക്കാർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷ. Haven't you felt many a time in life when you are broken, when you are misunderstood,
when you are not acknowledged appropriately, when you are not honored as you should be. നമ്മുടെ മനസ്സ് തകർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വിക്കിയുള്ള അധരങ്ങളാൽ നാം പറയുന്ന അന്യഭാഷ നമ്മുടെ ദുഃഖം മാറ്റി നമ്മെ ആനന്ദം ഉടിപ്പിക്കും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചൊല്ലിയൊക്കെ ഉള്ള ഭാവിയെ ചൊല്ലിയൊക്കെ നാം ആകുലരായി പ്രാർത്ഥിക്കാൻ വാക്കുപോലും കിട്ടാതെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിൽ ചാലിച്ച് ദൈവം നൽകുന്ന അന്യഭാഷ 1000 വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണ് കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരെങ്കിൽ കണ്ണിൽ നിന്നൊഴുകുന്ന 1000 തുള്ളികളേക്കാൾ ശ്രേഷ്ഠമാണ് അന്യഭാഷയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. 22-ാമത്തെ പാഠം. മനുഷ്യർക്കാർക്കും മെരുക്കാൻ കഴിയാത്ത നാവിനെ മെരുക്കും അന്യഭാഷ. മനുഷ്യർക്കാർക്കും മെരുക്കാൻ പറ്റും. അത് എന്റെ പദമല്ല, അത് വേദപുസ്തകത്തിലെ വാക്കാം. വായിക്കാമോ കുഞ്ഞെ? ജെയിംസ് 3:8. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. മനുഷ്യർക്കാർക്കും. Why did God give other tongue? അതാണ് നമ്മുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കം തരാമായിരുന്നില്ലേ? അല്ലെ നമുക്ക് നമ്മുടെ ചെവിക്ക് അല്പം നീളം കൂട്ടി വെച്ച് അങ്ങനെയാക്കാമായി. എന്തെല്ലാം ചെയ്യാമായിരുന്നു ദൈവത്തിന്. പക്ഷെ എന്തിനാണ് ദൈവം ഈ നാവിൽ കൊണ്ടുവന്ന് ഈ അന്യഭാഷ ഫിറ്റ് ചെയ്ത്? മെരുങ്ങാത്ത നാവിനെ മെരുക്കും അന്യഭാഷ. കീഴടങ്ങാത്ത നാവിനെ കീഴടക്കും അന്യഭാഷ. മോശമായ ഒരു വാക്ക് പറയാൻ എൻ്റെ ജഡമെന്നെ പ്രേരിപ്പിക്കുമ്പോൾ ആത്മാവ് എൻ്റെ ജഡത്തെ നിയന്ത്രിക്കാൻ എന്നെ സഹായിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കും. Do you want not to get angry with others? നമ്മുടെ ആളുകളൊക്കെ വിശ്വാസികളൊക്കെയാ, പക്ഷെ അങ്ങ് ദേഷ്യം വരിക. എനിക്കറിയത്തില്ല എന്താണ് അങ്ങനെ ആകുന്നത്. A believer cannot be an angry man or angry woman. The Bible does not allow you that. സൗമ്യതയാണ് ഒരു വിശ്വാസിയുടെ ക്യാരക്ടറിന്റെ ഒരു മെയിൻ ഫീച്ചർ. അതിന് കഴിയാൻ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ സാധിക്കും എന്ന് പറയാനാണ് ഇത്രയും. മുൻകോപം മാറ്റാൻ, ശാഠ്യം മാറ്റാൻ അന്യഭാഷാ ഭാഷണം നിങ്ങളെ സഹായിക്കും. തെളിവ് കാണിക്കാം. പത്രോസിനെ നിങ്ങൾ നോക്കി, എന്തൊരു ടൈപ്പ് മനുഷ്യനായിരുന്നു അങ്ങേര്. എല്ലായിടത്തും ചാടിക്കേറി വർത്താനം പറയും. കർത്താവിനെ വരെ പഠിപ്പിക്കാൻ പോയ ആളാണ് പത്രോസ്. അങ്ങനെ ശരിയല്ല എന്നൊക്കെയാ കർത്താവിനോട് പറഞ്ഞു. ആ കർത്താവ് പറഞ്ഞ് തെറ്റാണെന്ന് വരെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞാൽ ജീസസ് വാട്ട് ഹി സെഡ് വാസ് റോങ് എന്നാണ് അതിന്റെ അർത്ഥം. But the same man, what a tremendous change happened in his life in Acts 2.
അവരിൽ ആരാണ് വലിയവനെന്ന് മത്സരിച്ച ആളുകൾ, അവരിൽ ആരാണ് വലിയവർ എന്ന് തമ്മിൽ മത്സരിച്ചവർ, എന്ത് സംഭവിച്ചു അവർക്ക്? നോക്കൂ, ആക്ട്സ് 2:14. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട്, മതി, പത്രോസ് ഒറ്റയ്ക്ക് നിന്നെന്നല്ല പറയുന്നത്. He took all of them together. ഒറ്റയ്ക്ക് നിന്ന് ശുശ്രൂഷിച്ചെന്നല്ല, ഒറ്റയ്ക്ക് ഭരണം നടത്തിയെന്നല്ല, തന്റെ കൂടെ നിർത്തി കൂടെയുള്ളവരെ. 11 പേരിൽ ഒരാളെ പോലും മാറ്റി നിർത്തിയില്ല പത്രോസ്. That is what happens when you are filled in tongues. These are real practical experiences. തനിക്ക് താൻ വലിയവനെന്ന് തോന്നില്ല. അങ്ങനല്ലേ വാക്യം? ഓരോരുത്തൻ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം. 23-ാമത്തെ പാഠം, point 23. The possibilities of tongues is clearly demonstrated in Acts 2. In one sermon, 3,000 joined the church. അന്യഭാഷയുടെ സാധ്യതകളെ, മലയാളത്തിൽ എഴുതേണ്ടവർക്ക്, അനന്തമായ സാധ്യതകളെ വരച്ചു വെക്കുകയാണ് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ടു. 2:22, ആക്ട്സ് 2:22. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. ആക്ട്സ് 2:41. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. നിങ്ങൾ ഈ അവരോട് ചേർന്നെന്നൊക്കെ വായിക്കുമ്പോൾ ജസ്റ്റ് ഇമാജിൻ, ദിസ് ഈസ് എ ന്യൂ തിങ്. യഹൂദൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ജാതികളായിരുന്നവർ അവരുടെ ദൈവങ്ങളെ സേവിക്കുന്ന മനുഷ്യർ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഇത്രയും ആളുകളാണ് ഈ സംഘത്തിന്റെ ഭാഗമായത്. ഈ സംഘത്തിന് എന്താ പ്രത്യേകത? സാധാരണക്കാർ, വെറും സാധാരണക്കാർ, സാമാന്യർ എന്നല്ലേ പ്രയോഗം? സാമാന്യരായ മനുഷ്യർ. അതോറിറ്റി ഇല്ല, ധനമില്ല, സ്വാധീനമില്ല, വസ്ത്രധാരണത്തിൽ ഒരു ശ്രേഷ്ഠതയുമില്ല. ഐ എം ടെല്ലിങ് യു ദിസ് വെരി ഡെലിബറേറ്റ്ലി. ഇന്നത്തെ പ്രസംഗകർ വലിയ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രസംഗിക്കാൻ വരുന്നത് തിരുവചന പ്രകാരം അങ്ങേയറ്റം തെറ്റാണ്. You should be one among the people. The scripture does not allow all these gimmicks. ബോഡി ഗാർഡുകൾ കൂടെ വരിക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര അകലെയാണ് നാം ദൈവവചനത്തിൽ നിന്ന്. For these type of people, spirituality is a business, not for a true Christian. You got me? Understand, the work of the Holy Spirit is not on the style of your stage. It is not based on your attire. It is not based on the light and sound show that you show. It is not based on the quality of the singers. It is on the word of God. പ്രഭാഷകന്റെ വസ്ത്രധാരണം കൊണ്ടോ
ഒരുക്കുന്ന അരങ്ങിന്റെ ഭംഗി കൊണ്ടോ പ്രകാശം പരത്തുന്ന ഉപകരണങ്ങൾ കൊണ്ടോ സംഗീത ഉപകരണങ്ങൾ കൊണ്ടോ വിലയേറിയ സംഗീതജ്ഞരെ കൊണ്ടോ അല്ല ദൈവസഭ വളരുന്നത്. ദൈവസഭ വളരുന്നത് സത്യവചനം യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ദൈവ മനുഷ്യൻ വിളിച്ചു പറയുമ്പോഴാണ്. ദൈവത്തിന് മഹത്വം. ഒക്കെ ഞാൻ വലിയ ഹൃദയം നൊന്താണ് പറയുന്നത്. പീപ്പിൾ ആർ ബീങ് ഡിസീവ്ഡ്. നരകത്തിലേക്ക് തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണ് മനുഷ്യരെ. യൂദായുടെ ലേഖനത്തിൽ അത് യൂദ മനോഹരമായി വിവരിക്കുന്നുണ്ട്. പോകട്ടെ ആ വിഷയം. 23-ാമത്തെ പാഠം അന്യഭാഷയുടെ അനന്തമായ സാധ്യതകളെ. I tell you, my dear brothers and sisters, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവസഭ നമ്മുടെ ജീവിതത്തിന്റെ 70% പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. 70 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. A church which worships in spirit is a solution for many of our life problems. Please pray that each and every member in your congregation should speak in tongues. That is my desire. That is my prayer for you. 24. ദൈവസഭ ദൈവത്തിന്റെ ജനമാണ്. ഈ ജനത്തിന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് അവരുടെ ആത്മാവ് ജീവൻ വെച്ചതുകൊണ്ട്. ജീവൻ പ്രാപിച്ചവർ ഒരു പുതിയ രാജ്യത്തിന്റെ പൗരന്മാരായി. റൈറ്റ്? വി ആർ സിറ്റിസൺസ് ഓഫ് എ ന്യൂ കൺട്രി. അതിന് വാക്യമുണ്ടോ? കൊലോസ്യർ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. We are in a new kingdom. We are a new citizen in a new kingdom from another kingdom of darkness. ഇന്ത്യയിൽ ഹിന്ദിയിൽ സംസാരിച്ചു നടന്നവർ അമേരിക്കയിൽ വന്ന് അമേരിക്കക്കാരനോട് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകാൻ ഉദാഹരണം പറയുക. You need a different language. ഞാൻ ഇങ്ങനെ കുറിച്ചിട്ടു. Tongues became their national language. ദൈവസഭയുടെ national language. Are you not feeling happy when you see an African brother praying in tongues? Will you not feel happy when you see a Chinese sister worshiping, praying in tongues? What a joy to see. ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വിടുവിച്ചെടുത്ത മനുഷ്യർ ആത്മാവിൽ ആരാധിച്ച് ഞങ്ങൾ ഒരു രാജ്യമാണ് എന്ന് ഡിക്ലയർ ചെയ്യുന്നു. You can write like that. Tongues is a declaration that we belong to one nation. Right? Tongues is a declaration that we are a nation. ഇരുപത്തിയഞ്ചാമത്തെ പാഠം. ഇത് വളരെ ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിക്കണം. പക്ഷേ ഇത് നാം സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും,
ഈ ശബ്ദത്തിനൊരു വേഗതയുണ്ട്. സൗണ്ട് ഹാസ് എ സ്പീഡ്. ഈ ശബ്ദം അതിൻ്റെ വേഗതയിൽ പോകുന്നു. എന്നാൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വേഗതയ്ക്ക് വരുന്നൊരു വ്യത്യാസം. നാം വെളിച്ചത്തിന്റെ മക്കളാണ്. ജോൺ 12:36. ദൈവം വെളിച്ചമാകും. 1 John 1:5. ഇപ്പൊ വെളിച്ചമാകുന്ന ദൈവത്തോട് വെളിച്ചത്തിന്റെ മക്കൾ ആത്മാവിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ വേഗത വെളിച്ചത്തിന്റെ വേഗതയായി മാറും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. വെളിച്ചമാകുന്ന ദൈവത്തോട് വെളിച്ചത്തിന്റെ മക്കൾ ആത്മാവിൽ സംസാരിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ നാം ആത്മാവിൽ ആരാധിക്കും. നാം ആത്മാവിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ വേഗത വർദ്ധിക്കും. ചുരുക്കത്തിൽ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ, പ്രായോഗികമായി പറഞ്ഞാൽ, നാം നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ പ്രതിസന്ധികൾക്ക് ഉത്തരം ലഭിക്കും നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നല്ലൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിലോടി വരുന്നു. ഒത്തിരി കൊല്ലം മുമ്പ്, 98-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ ന്യൂയോർക്കിൽ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി. അവരന്ന് ഏതോ ഏജൻസി മുഖാന്തരം ഇവിടെ വന്നവരാണ്. പേര് പറയുന്ന യോഗ്യമല്ലാത്തത് കൊണ്ട് പറയുന്നു. ഇവരുടെ പാസ്പോർട്ട് ഏജൻസിയുടെ കയ്യിലാണ്. ഇവർക്ക് ന്യൂയോർക്കിൽ നിന്ന് മറ്റ് ഫ്ലോറിഡയിലേക്ക് പോകണം. അവരുടെ വീട്ടുകാരൊക്കെ ആ ഭാഗത്താണ്. പക്ഷെ പോകണമെങ്കിൽ അവർക്ക് പാസ്പോർട്ട് വേണം. ഏജൻസി പറയുന്നത് 1 വർഷം നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണം. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 1 വർഷം നിങ്ങൾ ജോലി ചെയ്താലേ നിങ്ങളെ ഇവിടുന്ന് പാസ്പോർട്ട് തിരികെ തന്ന് ഞങ്ങൾക്ക് വിടാൻ പറ്റും. അവർ കോൺട്രാക്ട് ഈസ് ഫോർ 1 year. യു നീഡ് ടു വർക്ക് ഹിയർ ഫോർ 1 year. ഇപ്പൊ ഇവര് വളരെ ദുഃഖിതരാണ്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിയാൽ പ്രിയപ്പെട്ടവരുടെ അടുത്ത് പോവുക എന്നുള്ളതാണല്ലോ ആശ. ഞങ്ങൾ 3 ദിവസം പ്രാർത്ഥനയ്ക്കുന്നു. 3-ാമത്തെ ദിവസം വൈകിട്ട് 3 പേരെ ഉള്ളു, അയാളും അയാളുടെ ഭാര്യയും ഞാനും. ദൈവാത്മാവിന്റെ വലിയ ഇടപെടൽ അനുഭവിക്കാനിടയായി. ഞങ്ങൾ 3 പേരും അതിശക്തമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ് ദീർഘസമയം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, God is going to do something. എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഞാൻ അവരുടെ ഭവനത്തിൽ നിന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ എന്നെ വിളിച്ചു പറയുകയാണ്, Pastor, it's a big miracle. The agency called us and said, you can go. The contract can be cancelled and we will give you back your passport. This is a simple one example. I can tell you hundreds of examples where people prayed in tongues. Answers came faster and faster.
Go to Acts chapter 16. Live example in the scripture. Go back. ഒരിക്കലും വിടുവിക്കപ്പെടാത്ത സ്ഥലത്ത് പൗലോസും ശീലാസും ആത്മാവിൽ പാടി ആരാധിച്ചപ്പോൾ ഒറ്റ ദിവസം രാത്രിയിൽ കൊർന്നല്യോസും കുടുംബവും ആ രാത്രിയിൽ മുറിവേറ്റ് കിടന്ന പൗലോസിന്റെ കയ്യാൽ സ്നാനമേറ്റു. പിറ്റേ ദിവസം രാവിലെ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അധികാരികൾ തന്നെ വന്ന് മുട്ടുമടക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ആരാധനയുടെ അനന്തമായ സാധ്യതകളെ നാം ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, സ്പീക്ക് ഇൻ ടങ്സ്, സ്പീക്ക് ഇൻ ടങ്സ്, സ്പീക്ക് ഇൻ ടങ്സ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 26-ാമത്തെ പാഠം ശ്രദ്ധിക്കുക. ഈ വാചകം, കൃപാവരങ്ങളുടെ വാതിൽ തുറക്കപ്പെടുന്നത് അന്യഭാഷാ ഭാഷണത്തിലൂടെയാണ്. Gifts of the Holy Spirit, the door for gift of the Holy Spirit are opened through tongues. അഥവാ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന അന്യഭാഷയുടെ ഉപയോഗം കൃപാവരങ്ങളുടെ ജ്വലനത്തെ സഹായിക്കും. കുറെ കൂടെ ഭംഗിയുള്ള മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അത് പറയാൻ എനിക്ക് അറിയത്തില്ല. Rather, in short, tongues empowers you to exercise the gifts. Tongues empowers you to exercise the gifts. You go back to Acts 2. Acts 2 is our foundation. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവർ ആത്മാവിൽ നിറഞ്ഞു. 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പത്രോസ് പ്രസംഗിച്ചു. 2-ാം അധ്യായം 43-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. നിങ്ങളിൽ ഉള്ള കൃപാവരങ്ങൾ ജ്വലിക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയാണ്. ടങ്സ് ഈസ് എ കാറ്റലിസ്റ്റ് to bring out the gifts in you. നിങ്ങൾക്ക് എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. ഉള്ളത് വരങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 27-ാമത്തെ tongues help us to build our faith. Tongues help us to build our faith. നമ്മുടെ വിശ്വാസത്തിന്റെ വർധനവിന് അന്യഭാഷ സഹായിക്കും. റെഫറൻസ് ജൂഡ് 1:20. ഒരധ്യായമേ ഉള്ളൂ, എങ്കിലും 1:20 എന്നാണ് പറയാ. വായിക്കാമോ അത്? നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. കണ്ടോ? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ബിൽഡിംഗ് യുവർസെൽഫ് അപ്പ് in your most holy faith, praying in the Holy Spirit. Praying in the Holy Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നാം അത് നേരത്തെ വ്യക്തമാക്കി. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നാൽ അർത്ഥം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം. അത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു വാക്യം കൂടെ ഞാൻ കാണിച്ചു തരാം.
1 കൊരിന്ത്യർ 14 അധ്യായം 14 വാക്യത്തിൽ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും. 28-ാമത്തെ പോയിന്റ്. ഇന്നിത് പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ സാധ്യമല്ല. Tongues edifies a believer. അന്യഭാഷ എനിക്ക് ആത്മീക വർധന വരുത്തും. വാക്യം 1 കൊരിന്ത്യർ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ 4-ാം വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. എഡിഫൈസ്, ആത്മീക വർധന വരുത്തുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എഡിഫൈസ്. ഞാൻ ഡിക്ഷണറി നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചു. എഡിഫൈ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ബിൽഡപ്പ്, ഇംപ്രൂവ് മോറലി ഓർ ഇന്റലക്ച്വലി. ഒന്നും മലയാളത്തിൽ പറയുന്നില്ല, എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരാണ്. A gradual accumulation. It doesn't happen overnight എന്നാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധിക്കൂ, it doesn't happen overnight. To increase in size or intensity over time. അടുത്ത അർത്ഥം, to charge, to build the full power. നമ്മെ പൂർണ്ണമായി ശക്തീകരിക്കുക, നമ്മെ ആഴമുള്ളവരാക്കുക, ആഴം വർദ്ധിപ്പിക്കുക, നമ്മിൽ ക്രമേണ വർധന ഉണ്ടാക്കുക, നമ്മെ ബിൽഡ് ചെയ്യുക, നമ്മെ ഇംപ്രൂവ് ചെയ്യുക. So it builds, in short, it builds my Christian life. It builds my character. It builds my relationship with God and men. ആത്മീക വർധന എന്ന വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, tongues will change your character. ഞാൻ അതിന് ഇങ്ങനെ പറയും മലയാളത്തിൽ, അന്യഭാഷ ആളുമാറ്റും. അന്യഭാഷ ആളുമാറ്റും. നിങ്ങളുടെ എല്ലാ വൈകല്യങ്ങളും മാറ്റാൻ നിങ്ങളെ സഹായിക്കും അന്യഭാഷ. ഇന്ന് രാത്രിയിൽ ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. It will build up your Christian character. It will build up your revelation of the scripture. It will give you new dimensions of the scripture. It will help you to build sermons if you are a preacher. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് കൃപാവരങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കും എന്ന് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലോ. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെ പണിതെടുക്കും പരിശുദ്ധാത്മാവ് അന്യഭാഷ. Your value system will change. It will be in joining with the scripture. Align with the scripture. 29-ാമത്തെ പാഠം. Praying in tongues reveals mysteries. 1 Corinthians 14:2 2-ാം ഭാഗം. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മിസ്റ്ററീസ് എന്ന വാക്കിന്റെ അർത്ഥം സംതിങ് ദാറ്റ് ഈസ്
difficult or impossible to understand or explain. വിവരിക്കാൻ കഴിയാത്ത, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്തതൊന്ന് റിവീൽഡ് ആകുക. Something hidden in secrecy or obscurity. Not that natural mind can understand. ശ്രദ്ധിക്കണം. Things which the natural mind cannot understand will be exposed, will be revealed by the Holy Spirit. Praying in tongues reveals mysteries by the Spirit. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നതിനെ ഭാഷ തെറ്റാണ്, ഭാഷാന്തരം തെറ്റാണ്. ആത്മാവിനാൽ എന്നായിരിക്കും. ഈ മലയാള ബൈബിൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 14 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ബൈബിൾ അടുത്തെടുത്ത് വെക്കണം. കാരണം സ്പിരിറ്റ് എന്നതിന് ക്യാപിറ്റൽ എസും സ്മോൾ എസും ഉണ്ട്. ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ക്യാപിറ്റൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ്, സ്മോൾ എസ് ആണ് എഴുതിയിരിക്കുന്നെങ്കിൽ അത് മനുഷ്യാത്മാവ്. ഇവിടെ ബൈ ദ സ്പിരിറ്റ് എന്നതിന് ചില ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ക്യാപിറ്റൽ എസും ചില ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ സ്മോൾ എസുമാണ്. അപ്പൊ അത് കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മൂലഭാഷയിലേക്ക് ന്യൂമാറ്റി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമാറ്റി എന്ന് പറഞ്ഞാൽ ഇൻ ദ സ്പിരിറ്റ്, ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ മർമ്മങ്ങൾ സംസാരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ അധികം ബോധ്യം, ഇത് റിവീൽഡ് ആകാത്തത്. ഒരിക്കൽ ഞാനൊരു പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ എന്നെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലി, ചെറുപ്പക്കാരൻ. അവിടെ നിന്ന് ഊണ് കഴിച്ചു. കുറേ സമയം അവരുമായി വർത്തമാനം പറഞ്ഞു. രാത്രി 1 മണിക്കാണ് എന്നെ അവർ തിരിച്ച് ഞാൻ പാർക്കുന്ന പാസ്റ്ററുടെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പൊ യോഗം കഴിഞ്ഞ്, രാത്രി യോഗം കഴിഞ്ഞാണ് ഭക്ഷണത്തിന് പോയത്. നാച്ചുറലി വളരെ ക്ഷീണിതനാണ് ശരീരത്ത്. കിടന്നാൽ ഉടനെ ഉറങ്ങേണ്ട ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. I was very upset in my spirit. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ പോയ വീട്ടിലെ എയും ബിയും, ഭാര്യയും ഭർത്താവും, നിന്നോട് വലിയ സന്തോഷമായിട്ടൊക്കെ പെരുമാറി. പക്ഷെ അവര് തമ്മിൽ വലിയ പ്രശ്നമാണ്. എനിക്കതൊരു ഭയങ്കര ഷോക്കിംഗ് റെവലേഷൻ ആയിട്ടാണ് തോന്നുന്നത്. കാര്യം അവർ രണ്ടും എക്സലന്റ് പീപ്പിൾ, വെരി ഗുഡ് അറ്റ് ഹാർട്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ചർച്ചിലെ പാസ്റ്റർ, ഞാൻ പാർക്കുന്ന വീട്ടിലെ പാസ്റ്ററോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആ ഫാമിലിയെ ഒന്നുകൂടെ കാണണം. അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ ഒന്നുകൂടെ കാണണം, ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, അവര് നമ്മുടെ താമസിക്കുന്നതിൻ്റെ വളരെ ദൂരെയാണ് താമസിക്കുന്നത്. ചർച്ച് അവരുടെ വീടിനും പാസ്റ്ററുടെ വീടിൻ്റെയും നടുക്കാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവരോട് ചർച്ചിൽ വരാൻ പറയാം. യു ക്യാൻ ടോക്ക് ടു ദം ഇൻ മൈ ഓഫീസ്. ഐ വിൽ നോട്ട് കം, ഐ വിൽ പ്രേ ഇൻ ദ ഹോൾ. അദ്ദേഹം പറഞ്ഞില്ല കാര്യങ്ങളൊന്നും. ഇവരെ വിളിച്ചു, ഇവർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവർ വീണ്ടും വന്നു. വന്നിരുന്ന ഉടൻ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചതിൻ്റെ കാര്യം, നിങ്ങൾ വന്നതിന് നന്ദി, എനിക്ക് വളരെ പ്രിയപ്പെട്ടവർ. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, വാട്ട് ഈസ് റോങ് വിത്ത് യു ബ്രദർ?
What is wrong with me? We are doing good. ഇങ്ങനെ കൈയെടുത്താ പറഞ്ഞത്. What is wrong with us? ഞാൻ പറഞ്ഞു, മിസ്റ്റർ തോമസ് നല്ല പേര്, മിസ്റ്റർ തോമസ്, I called you as the Spirit of God guided me. And you know me for many, many years. Tell me honestly what is going on. He started shivering. He was in affair with some woman. Not deeper affair, just what we call കുറെ അടുപ്പമാണ് ചുരുക്കം പറഞ്ഞ. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി പറഞ്ഞു. He knelt down. He said sorry. ഞാൻ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, she is the gem of a woman. അത്ര നല്ലൊരു പെൺകുട്ടി. അവളിനോട് പറഞ്ഞ മറുപടി, പാസ്റ്റർ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ, ഞാൻ ഒന്നും പറയുന്നില്ല. മർമ്മങ്ങൾ വെളിപ്പെടും അന്യഭാഷാ ഭാഷണത്തിൽ. These are not cooked up stories, my dear brothers and sisters. If you sit with me, I can tell you any number of examples. നിന്റെ കുഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. നിന്റെ കുഞ്ഞിന്റെ മുറിയിൽ എന്താണ് നടക്കുന്നത്? നിന്റെ കുഞ്ഞ് എന്താണ് ഇന്റർനെറ്റിൽ വായിക്കുന്നത്? God is willing to reveal to you. Spend time in prayer, speaking in tongues. എന്നിട്ട് ഇത് കോട്ട് ചെയ്യണം, ആത്മാവിൽ മർമ്മങ്ങൾ വെളിപ്പെടും. Mysteries will be revealed എന്ന് പുസ്തകത്തിലുണ്ട്. I believe it. I can tell you a lot of examples. ഒരു വീട്ടിൽ ചെന്ന് ഞാൻ മേശയ്ക്കകത്തുനിന്ന് സാധനം എടുത്തു പയ്യന്റെ, ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിട്ട് അവൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു യൗവനക്കാരനായി ജീവിക്കും. God is ready, provided you are willing. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഇടപെടലുകളുടെ ആഴമറിയാൻ spend time speaking in tongues. You do many things, but nothing is working out. What is the reason behind it? The scripture says you are inheritors of blessing. 1 Peter 3:8. You are an inheritor of a blessing. Why you struggle? ഈ പ്രോസ്പെരിറ്റിക്കാര് പറയുന്ന തട്ടിപ്പല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. The scripture allows you, but you should be aligned with the word of God. You should be aligned. നമ്മുടെ സമയം വളരെ പെട്ടെന്ന് പോകുന്നു. അടുത്ത പാഠം 30-ാമത്തെ പാഠം. നമ്മളൊരു വാചകം പഠിച്ചിരുന്നു കഴിഞ്ഞൊരു പാഠം. Tongues opens doors of the gifts of the Holy Spirit എന്ന് പറഞ്ഞു. അടുത്ത പാഠം, tongues opens door for fruit of the Spirit. ആത്മാവിൻ ഫലത്തിന്റെ വാതിൽ തുറക്കും അന്യഭാഷ. ആത്മാവിൻ ഫലത്തിന്റെ പോഷണത്തിന് അന്യഭാഷ സഹായിക്കും. Tongues will nourish growth of fruit of the Holy Spirit. അതും Acts 2-ൽ നമുക്ക് കണ്ടുപിടിക്കാം. Acts 2-ൽ 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. Acts 2:45 and 46 നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, എന്താണ് അവിടെ സംഭവിച്ചത്? 2:45-46 വായിക്കാമോ? വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്നെണ്ണുകയും
ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും പങ്കിട്ടു. അടുത്തത് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഉല്ലാസം, ആ വാക്കുകളൊക്കെ നിങ്ങൾ അടിവരയിടണം. ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥതയോടും ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും. കണ്ടോ? ജോയ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ ഒന്നാണ് സന്തോഷം. സന്തോഷം വരുമെന്ന് അന്യഭാഷയിൽ ആരാധിച്ചാൽ. ചിലർ അന്യഭാഷ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മോഹം വീർക്കുന്നതാകാണ്. അന്യഭാഷ ഭാഷണം നിങ്ങൾക്ക് ആനന്ദം വരും, നിങ്ങൾ പങ്കിടും. വളരെ ആദരണീയനായ ടി വി സക്രിയ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് ഈ പ്ലാറ്റ്ഫോമിലും. അദ്ദേഹം തൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു ഒരു പാഠം ഞാൻ പറയാം. വളരെ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് താൻ കടം മേടിച്ച് വീട് മേടിക്കാൻ പണം കൊടുത്തു. വാട്ട് മെയ്ഡ് ഹിം ഡു ദാറ്റ്? എല്ലാവരും അവരവർക്ക് സമ്പാദിച്ചു കൂട്ടുന്ന ഒരു ലോകത്തിൽ why did he do that? It is the fruit of the spirit. ആത്മാവിന്റെ ഫലമാണത്. പങ്കിട്ടു അവർ. പങ്കിടണം. നാം പങ്കിടാൻ പഠിക്കണം, കൊടുക്കാൻ പഠിക്കണം. കൊടുക്കാൻ പഠിക്കണം ദൈവമക്കളെ. കൊടുക്കും തോറും വർദ്ധിക്കത്തേ ഉള്ളൂ. ഔദാര്യത്തോടെ ദാനം ചെയ്യുന്നവന് വർദ്ധിക്കും എന്നാണ് ഇത് പറയുന്നത്, സദൃശ്യവാക്യം പറയുന്നത്. ഞാൻ നിങ്ങളോട് എത്രയോ അനുഭവങ്ങൾ പറഞ്ഞു തരാം. എത്രയോ പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ബട്ട് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വളരെ വിശ്വസ്തനാണ്. നാം നനയ്ക്കുന്നതിലും വിശ്വസ്തനാണ്. These people never imagined they will behave like this. പങ്കിടുമെന്ന് ഇവർ സ്വപ്നത്തിൽ വിചാരിച്ചതാണ്. But when the Spirit of God came upon them, they were changed people. എത്രയോ ദൈവമക്കളാണ് ദൈവദാസന്മാരെ അതിഥികളായി സ്വീകരിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്വീകരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത എത്രയോ ദൈവദാസന്മാർ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വിളിക്കുന്നു, ആഹാരം കൊടുക്കുന്നു. വാട്ട് മേക്ക് യു ഡു ദാറ്റ്? പരോപകാരം ആത്മാവിൻ ഫലത്തിൽ ഒന്നാണ്. അന്യഭാഷ ഭാഷണം യഥാർത്ഥമായാണ് നാം ചെയ്യുന്നതെങ്കിൽ നമ്മിൽ ആത്മാവിൻ ഫലം സ്വാഭാവികമായി ഉണ്ടാകും. ഇറ്റ് വിൽ ബി നാച്ചുറലി ഔട്ട്. 32-ാമത്തെ പാഠം, 31-ാമത്തെ പാഠം പഠിപ്പിക്കാൻ ഇന്ന് സമയം പോരാ. അതുകൊണ്ട് അടുത്ത പാഠം പറഞ്ഞ് അവസാനിപ്പിക്കും. അന്യഭാഷ നിങ്ങളുടെ ഭയത്തെ പുറത്താക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയമല്ലേ? മനുഷ്യന് പല ഭയങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ ഭയം എന്താണ്? മനുഷ്യന്റെ ഭയം. മനുഷ്യ ഭയങ്ങളിൽ ഏറ്റവും വലിയ ഭയമായി തിരുവചനം പറയുന്നത് മരണഭീതിയാണ്. എബ്രായർ 2:15 ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. ഭയം മാറി അന്യഭാഷ ഭാഷണം മൂലം. ആർക്ക്?
120 പേർക്ക്. 120 പേർക്ക് ഒരു ഭയവുമില്ലാതായി. കൊല്ലപ്പെടുമോ എന്നറിയില്ല, എറിഞ്ഞോടിക്കുമോ എന്നറിയില്ല, എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, എന്ത് സ്വീകരണം ലഭിക്കുമെന്നറിയില്ല, എവിടേക്ക് തള്ളിയിടുമെന്നറിയില്ല. പക്ഷേ അവർക്ക് ഭയമുണ്ടായില്ല. മറക്കരുത്, ചില ദിവസങ്ങൾക്ക് മുമ്പ് മുറി അടച്ച് പേടിച്ചിരുന്നവരാണിവർ. അങ്ങനല്ലേ വാക്യം? മുറി അടച്ച് ഭയന്നിരുന്നു. The same people. Their fear was gone. ഇതിന് റെഫറൻസ് വാക്യം ഏതാണ്? 2 തിമോത്തി 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഞാൻ ഇന്ന് രാത്രി ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഭയം? ഭാവിയെക്കുറിച്ച് ഭയമാണോ? ദീനത്തെക്കുറിച്ച് ഭയമാണോ? എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് വളരെ മരണകരമായ ഒരു ദീനം പിടിച്ചു. ഞാൻ ഉണ്ടായിരുന്നു അയാളുടെ കൂടെ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ. ഡോക്ടർ രോഗത്തിന്റെ കാഠിന്യങ്ങൾ വിവരിച്ചപ്പോൾ ഈ മനുഷ്യൻ വളരെ ശാന്തനായിരുന്നു. ഡോക്ടർ ചോദിച്ചു, ആർ യു നോട്ട് സ്കെയർഡ്? അദ്ദേഹം ചിരിച്ചു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? അദ്ദേഹത്തിന്റെ മറുപടി, എൻ്റെ ആയുസ് നിർണയിക്കുന്നത് ദൈവമാണ്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കില്ല എന്ന ഉറപ്പ് എൻ്റെ അകത്തുണ്ട്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഭീരുത്വമില്ലാത്ത, ലോകത്തിൽ ഒന്നിനെയും ഭയമില്ലാത്ത, ലോകത്തിൽ ആരെയും ഭയമില്ലാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, ആത്മശക്തി പ്രാപിച്ച ദൈവജനങ്ങൾ. ഒരു ഭരണകൂടത്തെയും ഭയമില്ല. ഇന്ന് രാത്രി ആത്മനിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ഭയത്തെ പുറത്താക്കാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരുക്കമാണ്. സകല ഭയങ്ങളും മാറട്ടെ. എൻ്റെ ജീവിതം ദൈവത്തിന്റെ കയ്യിലാണ്. പൗലോസിന്റെ വാക്ക് പറഞ്ഞാൽ, എൻ്റെ ഉപനിധി അവന്റെ കയ്യിലാണ്. ഇറ്റ് ഈസ് ഇൻ ഹിസ് ഹാൻഡ്, സേഫ് ഇൻ ഹിസ് ഹാൻഡ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കയ്യിലാണ്. ഞാനൊരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 40 വയസ്സ് എനിക്ക് വല്ലാത്തൊരു ഭീതി കയറി. ഞാൻ മരിച്ചു പോകും. എൻ്റെ പിതാവ് ആ പ്രായത്തിലാണ് മരിച്ചത്, ഒരു ആക്സിഡന്റ്. ഞാൻ ഒരു ദിവസം ഡെയ്സിയോട് ചോദിച്ചു, ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? ഭാര്യ പറഞ്ഞു, ഞാൻ കൊണ്ട് കുഴിച്ചിടും. എന്നിട്ട് പറഞ്ഞു, എൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഭാവി ചാച്ചന്റെ കയ്യിലല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. I tell you, my dear brothers and sisters, your life is safe in the hands of a great God. ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിന്റെ കയ്യിലാണ് നാം എന്തിന് ഭയപ്പെടണം? ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, dear pastor. Thank you, Pastor Xavier James, for that wonderful class again. Such a blessing, so many benefits of speaking in tongues. Let us all be desirous of speaking and praying and singing in other tongues. That is the lesson I learned, because that is so beneficial for all of us. May God bless you all.
Please come back again to join for the next class, God willing, and may God bless you. At this time, as